So, വലിയ കൊല്ലുകൂടെ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് പുള്ളി ചെയ്ത് കഴിഞ്ഞ് ഹലോ ഗൈസ്, ദിസ് ഇസ് ഡോക്ടർ സദാം ആൻഡ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഇന്നലെ രാത്രിയല്ല, ഇന്ന് പകൽ വന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. അതായത് ഇന്നലെ രാത്രി ഞങ്ങൾ എമ്പുരാൻ സിനിമ കാണാൻ പോയിട്ട് ആക്ച്വലി 12 മണിക്കുള്ള ഷോയ്ക്കാണ് ബുക്ക് ചെയ്തത്. ഷോ ബുക്ക് ചെയ്ത് അവിടെ പോയപ്പോഴത്തേക്ക് അവർ വീണ്ടും അത് ഒരു മണിയിലേക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്തു. ഷോ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തു, ലെങ്ത് കുറച്ച് കൂടുതലുള്ള മൂവി ആയതുകൊണ്ട്. അപ്പോൾ അവിടെ പോയി, അപ്പോൾ ഷോ കഴിഞ്ഞ് വന്ന് 4-4:30 ആയപ്പോഴാണ് വന്നത്. വന്നിട്ട് വീട്ടിൽ കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ രാവിലെ തന്നെ ആമസോൺ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു ഡെലിവറി ഉണ്ട്, അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം, എന്താണ് എൻ്റെ അത് വന്നിരിക്കുന്നത് നോക്കാം. അപ്പോൾ രാവിലെ തന്നെ ആമസോൺ ചേട്ടൻ വിളിച്ച് എണീപ്പിച്ച് ആ ഒരു കോലത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് ഡെലിവറി, എന്താണെന്ന് നോക്കാം. സോ തല്ലി കൊല്ലുകൂടെ എറിഞ്ഞ് കൊല്ലുമെന്ന് തോന്നുന്നു. പറഞ്ഞത് ഒന്ന് ഇട്ട് തരാൻ പറഞ്ഞപ്പോൾ എടുത്തിട്ട് ഒറ്റ കയറി. പോട്ടെ. സോ ഇതാണ് നമ്മുടെ ആമസോണിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു ഡെലിവറി പാക്കേജ്. അപ്പം ആക്ച്വലി ഇത് ബേസിക്കലി ഒരു OBD2 സ്കാനറാണ്. നമ്മൾ OBD2 സ്കാനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറുകളുടെ OBD2 പോർട്ടിലൊക്കെ നമുക്ക് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ കാറിൻ്റെ ഇൻഫർമേഷൻസും അതുപോലെ എന്തെങ്കിലും എറർ കോഡ്സുകളോ എന്തെങ്കിലും ഫോൾട്ടി കോഡ്സുകളോ ECUയിലുള്ള എന്തെങ്കിലും കംപ്ലയിൻസുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും മെഷർമെൻറ്റ്സിലുള്ള എറേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് കാറിൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ്, അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജനറേഷൻ കാറുകളിലെല്ലാം തന്നെ ഈ OBD2 പ്ലഗ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടേക്ക് നമ്മൾ ഈ സാധനം പർട്ടിക്കുലർ സ്കാനറിൻ്റെ പ്ലഗിൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻറ്റേർണൽ ഇഷ്യൂസൊക്കെ നമുക്ക് തന്നെ കുറേയൊക്കെ അസസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഷോറൂമിൽ തന്നെ കൊണ്ടുകൊടുത്ത് എന്താണ് എറർ എന്നുള്ളത് സ്കാൻ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾമോസ്റ്റ് കുറേ ഫീച്ചേഴ്സും കുറേ എറർ കോഡ്സും ഒക്കെ നമുക്ക് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഡിവൈസാണിത്. സോ ബേസിക്കലി OBD2 സ്കാനേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൺലൈനൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ഡിവൈസ് OBD2ൻ്റെ ഒരു ചെറിയ സ്കാനർ, ഒരു അഡാപ്റ്റർ പ്ലഗിൻ പോലത്തെ ഒരു സാധനം കിട്ടുക. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ആപ്ലിക്കേഷൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ബട്ട് ഈ ഒരു പർട്ടിക്കുലർ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് ലൈവായിട്ട് അത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഇൻബിൽറ്റ് ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു അടിപൊളി ഒരു RPM മീറ്റർ പോലുള്ള ഒരു ഡിസൈനിലുള്ള ഒരു എക്യുപ്മെൻ്റ് ആണിത്. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ലൈവായിട്ട് തന്നെ വണ്ടിയുടെ ഓയിൽ പ്രഷർ, വോൾട്ടേജസ്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും, നമ്മുടെ RPM എത്രയാണ് ഓടുന്നത്, അതുപോലെ GPS-ൻ്റെ ഒരു ഫെസിലിറ്റിയും കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ വന്നിട്ട് ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത്, അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള നമുക്കുള്ള യൂസ് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. സോ നിങ്ങൾ ആരും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വാച്ച് ദ വീഡിയോ ടിൽ ദ വെരി എൻഡ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണെന്നൊന്ന് പൊളിച്ച് നോക്കാം. ഇതാണ് എൻ്റെ ബോക്സ്. ഒരു ലോങ് OBD2 കേബിൾ ഉണ്ട്. ഇതാണ് അതിൻ്റെ നമ്മുടെ OBD അതിലേക്ക് കൊടുക്കേണ്ട ഒരു പ്ലഗ്. ഇത് നമ്മുടെ ഡിവൈസിലേക്ക് കൊടുക്കേണ്ട കണക്ഷനാണ്. ഒരു വലിയൊരു കേബിളുണ്ട്. ഇത് നമ്മളത് ഈ ഒരു എക്യുപ്മെൻറ്റ് നമ്മുടെ ഡിവൈസ് അത് വിൻഡോസിലേക്ക്, അതായത് നമ്മുടെ കാറിൻ്റെ വിൻഡോയിലേക്ക് ഫിക്സ് ചെയ്യാനുള്ള ഒരു അഡാപ്റ്ററാണ്. ഇതാണ് നമ്മുടെ ആ ഒരു ഡിവൈസ് എന്ന് പറയുന്നത്. നല്ല മനോഹരമായിട്ടുള്ളൊരു സാധനമാണ്. അത് ഒട്ടിക്കട്ടെ, നമുക്ക് നോക്കാം. പിന്നെ നമുക്കിത് റിമൂവ്, അതായത് നമ്മൾ കാറിൻ്റെയൊക്കെ ട്രിംസ് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ വയറൊക്കെ വലിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിം റിമൂവർ എക്യുപ്മെൻറ്റും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ യൂസർ മാനുവലും കാര്യങ്ങളും ഉണ്ട്. എന്താണ് ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി, ഡാഷ്ബോർഡിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 സൈഡ് ടേപ്പ് ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവറും ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് ആ ബോക്സിൽ വന്നിരിക്കുന്നത്. സോ ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നല്ല പാക്കിങ് കേട്ടോ. സോ ഇതാണ് നമ്മുടെ എക്യുപ്മെൻറ്റ്. ഉണ്ടല്ലോ, ഇതൊരു ഇൻബിൽറ്റ് ഡിസ്പ്ലേയും കൂടെ വരുന്നുണ്ട്. ഈ ഡിസ്പ്ലേക്കകത്ത് നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ ഇനി നമുക്കിതൊന്ന് വണ്ടിയിൽ ഫിക്സ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സോ ഈ സ്കാനർ ബേസിക്കലി നമുക്ക് OBD2 അല്ലെങ്കിൽ OBD പോർട്ടുള്ള ഏത് കാറിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഫോർഡ് എക്കോസ്പോർട്ടാണ്. ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ OBDയുടെ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ കീ ഹോളിൻ്റെ താഴെ, അതായത് ഹെഡ്ലൈറ്റിൻ്റെ താഴെ ഒരു ചെറിയൊരു കൗള് പോലെ ഉണ്ട്. അതിന് ജസ്റ്റ് അവിടെ നമുക്ക് നോക്കി കാണാൻ പറ്റും. അതിൻ്റെ OBD എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് പുള്ളി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് ആ OBD സ്കാനറിൻ്റെ ആ പോർട്ട് എക്സ്പോസ് ആവും. അപ്പോൾ ഇതാണ് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന OBD കേബിളിൻ്റെ കണക്ടർ. ആ OBD കേബിളിൻ്റെ കണക്ടർ ആ പർട്ടിക്കുലർ OBD പോർട്ടിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് പുഷ് ചെയ്യുക മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു എന്താ പറയുക നമ്മുടെ OBD സ്കാനർ ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആവും. ഓക്കെ, ഇത്ര വളരെ സിമ്പിളായിട്ടുള്ള ഇൻസ്റ്റാളേഷനാണ്. വേറെ വയർ കട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ സാധനം കണക്ട് ചെയ്തെടുക്കാം. അപ്പം അതിന് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു OBD സ്കാനർ കൊടുത്തിട്ട് ഇതിൻ്റെ ആ കേബിൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ പ്രോഡക്റ്റിൻ്റെ കൂടെ ഒരു ട്രിം റിമൂവർ കിട്ടും ഇതുപോലെ. എന്നിട്ട് ഈ സൈഡിലുള്ള ട്രിമ്മിന് റിമൂവ് ചെയ്തിട്ട് ഇതാണ് നമ്മളിങ്ങനെ ട്രിംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് വരും. റിമൂവ് ചെയ്തിട്ട് ഈ ഒരു താഴെയുള്ള സ്പോട്ടിൽ കൂടെ ഈ നമ്മുടെ ഡോർ പാനിനകത്തുള്ള റബ്ബർ ബീഡിങ് പുള്ള് ചെയ്തിട്ട് അതിൻ്റെ അകത്തൂടെയാണ് ഇതിലേക്കൂടെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തൂടെ കൊടുത്ത് ഈ ഒരു പാനൽ പുള്ള് ചെയ്തിട്ട് അതിൻ്റെ അകത്തൂടെയാണ് അതിൻ്റെ വയറിങ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ഇൻസ്റ്റലേഷൻ പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങളുടെ കാർ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിവൈസ് അതിന് കമ്പാറ്റബിൾ ആണോ അല്ലെങ്കിൽ എവിടെയാണ് അതിൻ്റെ OBD പോർട്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ OBD സ്കാനർ. ഇതിൻ്റെ ബേസിക്കലി ഇങ്ങനെ ഒരു, അതായത് എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ പഴയ ഹെവിയുടെ ബീറ്റിൻ്റെ ഒരു മീറ്റർ കൺസോളിൻ്റെ ഒരു ഷേപ്പാണ് ഇതിന് വരുന്നത്. ഇത് ഫിസിക്കലി ഇതിന് 3 സ്വിച്ചസ് മേളിലുണ്ട്. നടുക്കൊരു ഓക്കെ ബട്ടൺ, 2 നാവിഗേഷൻ ബട്ടൺസ് ഉണ്ട്. ഇവിടെ ഒരു ആംബിയൻ ലൈറ്റിംഗ്, ഒരു ബ്ലൂ ലൈറ്റിംഗ് വരുന്നുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ എക്കോസ്പോർട്ട്, എൻ്റെ വണ്ടിയുടെ എക്കോസ്പോർട്ടിന് ആംബിയൻ ലൈറ്റിങ്ങുമായിട്ട് മാച്ച് ആവുന്ന ഒരു ബ്ലൂ കളർ ഒരു ആംബിയൻ ലൈറ്റിംഗ് ഇവിടെ ഉണ്ട്. പിന്നെ ഈ താഴത്തെ കോർണറിൽ നിങ്ങൾക്ക് ടൈം കാണാൻ പറ്റും. പിന്നെ ഇവിടെ ബേസിക്കലി RPM, ഓഡോമീറ്റർ, ഇതിൻ്റെ ടെമ്പറേച്ചർ, അതുപോലെ ഇതിവിടെ എന്തൊക്കെയാണ് ഈ ഡിസ്പ്ലേയിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ നമുക്ക് കിട്ടും. സോ ബേസിക്കലി ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഈ ഒരു സ്റ്റൈൽ മാത്രമല്ല, ഏകദേശം 5 ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഇതാണ്. നെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്പോട്ട് റെഡിഷ് ഒക്കെ വരുന്ന, റെഡ് കളറൊക്കെ വരുന്നൊരു ഡിസൈൻ ഉണ്ട്. പിന്നെ കുറച്ച് സട്ടിലായിട്ടുള്ള ഒരു ഗ്രേ ആൻഡ് തീമിലുള്ളത്. ഇവിടെ നമ്മുടെ ഒരു 7000 RPM ഒക്കെ അത് കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഒരു കൺസോളാണ് വരുന്നത്. ഇവിടെ ടർബോയുടെ പ്രഷറും കാര്യങ്ങളൊക്കെ, ടർബോ എത്രത്തോളം വർക്ക് ആവുണ്ടെന്നുള്ള ഒരു ഡീറ്റെയിൽസ് കാണിക്കുന്ന ഒരു ചെറിയൊരു ഡയലും കൂടെ കാണാം. പിന്നെ ഇത് കംപ്ലീറ്റ്ലി RPM നമ്മൾ കണ്ടോ, RPMs കൊടുക്കുന്നതനുസരിച്ച് എക്സാക്ട്ലി നമുക്ക് ഇവിടെ ഒരു സെയിം റെസ്പോൺസ് നമുക്ക് കിട്ടും. പിന്നെ ഓഡോമീറ്റർ, അങ്ങനെ അങ്ങനെ 5 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റൈൽസ് ഉണ്ട്. പിന്നെ ഇവിടെ RPM, ECT, ASL, VLT, CVT അങ്ങനെയുള്ള പാരാമീറ്റേഴ്സൊക്കെ ഇവിടെ കാണിക്കും. ഒന്നും കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു നമ്മുടെ ഒരു ആക്സലറേഷൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് ആക്സലറേഷൻ്റെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. 0 to 100 ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ OBDയിലേക്ക് ഇത് കണക്ട് ചെയ്തിട്ട് ഏത് വണ്ടിയാണോ 0 to 100 നമുക്ക് എടുക്കുക, എത്ര സെക്കൻഡ്സിൻ്റെ അകത്ത് നമുക്കത് ക്ലോസ് ചെയ്യുന്നുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ബ്രേക്ക് ടെസ്റ്റും അതുപോലെയാണ്. എത്ര ഡിസ്റ്റൻസ് നിന്നാണ് നമ്മളൊരു പർട്ടിക്കുലർ സ്പീഡ് ചെയ്യുന്ന 0ലേക്ക് എത്ര സ്പീഡിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ ബ്രേക്ക് ടെസ്റ്റ് നടത്താൻ, ആക്സലറേഷൻ ടെസ്റ്റൊക്കെ ഇത് വെച്ച് നടത്താൻ പറ്റും. പിന്നെ ഇവിടെ അതിൻ്റെ ഒരു PID ഇൻഫർമേഷൻസ് കുറച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ കൂളൻ്റ് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുക. സോ ഇങ്ങനെയുള്ള 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡയൽസ് ഇതിൻ്റെ അകത്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഓവറോൾ ഇതൊരു എന്താ പറയുക, ആ ഒരു ഡാഷ് ബോർഡിൽ നമ്മൾ അങ്ങനെ ഒരു മീറ്റർ ഇരിക്കുമ്പോൾ ഒരു OBD എക്സ്ട്രാ ഒരു മീറ്റർ ഇരിക്കുമ്പോൾ കുറച്ച് സ്പോട്ട് ചെയ്യാൻ നല്ലൊരു എസ്തെറ്റിക് ലുക്കും കൂടെ അവർ വരുന്നുണ്ട്. നമുക്ക് രാത്രിയിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു എന്താ പറയുക, കുറച്ചുകൂടി സ്പോട്ടി ഫീൽ നമ്മുടെ വണ്ടികൾക്കൊക്കെ ഫീൽ ചെയ്യും. ഇപ്പോൾ ഇച്ചിരി കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മീറ്റർ കൺസോളൊക്കെ ഉള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു ലേറ്റസ്റ്റ് ടെക്നോളജിയുള്ളൊരു മീറ്റർ കൺസോളായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇതിൻ്റെ ബേസിക്കലി ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കസ്റ്റം ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് നോർമലി നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ ഡിസ്പ്ലേ ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഉണ്ടല്ലേ, ഞാൻ അത് ഓൾറെഡി കാണിച്ചു തന്നെയാണ്. ഇതിങ്ങനെ ഡിസ്പ്ലേസ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോകണമെങ്കിൽ സെൻറ്റർ ബട്ടൺ, ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സിലേക്ക് പോകാൻ പറ്റും. അതിനകത്ത് ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. ലാംഗ്വേജ് സെറ്റ് ചെയ്യുക, സൗണ്ട്, അതുപോലെ സ്പീഡ് അലാം, കൂളൻ്റ് അലാം, RPMൻ്റെ അലാം, അതുപോലെ ബാറ്ററി അലാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ബാറ്ററിയുടെ നമ്മുടെ എഞ്ചിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. ഇത്ര 1.5 ലിറ്റർ ആണോ, അങ്ങനെ 1.2 ലിറ്റർ ആണോ, 1 ലിറ്റർ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാം. ഇതിൻ്റെ ഓട്ടോ ബ്രൈറ്റ്നസ് ചെക്ക് ചെയ്യാം. അതായത് നമുക്ക് ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ രാത്രിയിൽ കുറച്ച് ഡിമ്മായിട്ടും രാവിലെ നല്ല ബ്രൈറ്റായിട്ടും നമുക്ക് കാണത്തക്ക രീതിയിലുള്ളൊരു സെറ്റിലിങ്ങിലേക്ക് പോകും. പിന്നെ അറ്റ്മോസ്ഫിയർ ലൈറ്റ്, ഈ ഒരു ലൈറ്റ് വേണോ വേണ്ടോ എന്നുള്ളത് ചെയ്യാം. ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ കുറച്ച് മേളിലേക്ക് പോയി ഞാൻ മുമ്പത്തെ മെനുകൾ ഇതിൻ്റെ അകത്തൊരു OBD ഡയഗ്നോസിസിൻ്റെ ഒരു ഓപ്ഷൻ കൊണ്ട് നമുക്ക് OBD വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സോ ECUലോ എന്തെങ്കിലും എഞ്ചിനിലോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ OBD വഴി നമുക്ക് അറിയാൻ പറ്റും. അത് സ്കാൻ ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. നമ്മൾ സ്കാൻ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് നോ DTCS കാണിക്കുന്നത്.
അപ്പം അത് ചെക്ക് ചെയ്യാനുള്ള ഇഷ്യൂ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷനും, അതായത് ആ എറർ കോഡ് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൻ്റെ അകത്ത് തന്നെ വരും. സോ അത്രയാണ് ഇവിടെ വരുന്നത്. ദെൻ ബാക്ക് ടു വീണ്ടും ഇതാണ് ഇത്രയും ബേസിക്കലി ഇത്രയും കാര്യങ്ങളും ഇത്രയും ഫങ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമുക്ക് വണ്ടികളിൽ അണ്ടർലൈങ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി റൺ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു എക്യുപ്മെൻറ്റ് നമ്മുടെ വണ്ടിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും പ്രഷർ ഡിഫറൻസോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇവിടെ കുറേ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഡിസ്റ്റൻസ്, അതുപോലെ ബാറ്ററിയുടെ വോൾട്ടേജ് എത്രയുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. GPS ഇതിനൊരു GPS മൊഡ്യൂളും കൂടെ ഉണ്ട്, GPS കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു മീറ്ററാണിത്. ദെൻ ASL, നമ്മുടെ ഡയറക്ഷൻ, നമ്മൾ നോർത്താണോ അങ്ങനെ പോകുന്ന ഡയറക്ഷൻ, ECT, അതുപോലെ RPM, ഫ്യൂൽ എഫിഷ്യൻസി, മാപ്പ്, അങ്ങനെ ഒരുപാട് OIT, ഓയിലിൻ്റെ ടെമ്പറേച്ചർ, അതുപോലെ ഓയിലിൻ്റെ പ്രഷർ, ടർബോയുടെ കംപ്രഷൻ പ്രഷർ, അങ്ങനെ ഒരുപാട് എന്താ പറയുക പാരാമീറ്റേഴ്സ് നമുക്ക് ഇതിൻ്റെ അകത്തൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ്, എന്തെങ്കിലും അണ്ടർലൈൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ ഒരു എക്യുപ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺ ലൈവായിട്ട് തന്നെ വണ്ടി റണ്ണിങ്ങിൽ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചിരിക്കുന്നുണ്ട്. എന്തെങ്കിലും എററോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമുക്കത് നേരത്തെ തന്നെ അത് ഡയഗ്നോസ് ചെയ്യാനും അതിനുള്ള എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റും. സോ ഈ ഒരു എക്യുപ്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലുള്ള മറ്റുള്ള വീഡിയോസിനും കാര്യങ്ങൾ ഓട്ടോമോട്ടീവ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫോളോ ചെയ്യുക. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.